ഫ്രണ്ട്സ്, അടുക്കളപ്രിയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഫെല്ലോ കേക്ക് നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതിനായി ഞാനിവിടെ ആദ്യമേ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ട്രേ ഒക്കെ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, മാറിപ്പോകരുത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സേവ് ചെയ്തെടുക്കാം. ഒരു 2-3 തവണ അരിച്ചെടുത്താൽ നന്നായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. ഈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ആവുന്നത് പോലെ തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതൊരു 2-3 തവണ അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിതിനെ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എവിടെയെങ്കിലും യോജിക്കാത്തതുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്. നമുക്ക് ഈ 4 മുട്ടയുടെയും എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 4 മുട്ടയും എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യമേ നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ട എടുക്കുമ്പോൾ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ആവാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഫ്ലഫി ആയിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് കുറച്ച് ഹാർഡായി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാം. അതിലേക്കായി ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയും പൊടിച്ചു വെച്ചിട്ടുണ്ട്. എത്രയാണോ നമ്മൾ ഫ്ലോർ എടുക്കുന്നത് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ ആണ് നമ്മൾ പഞ്ചസാരയും എടുക്കുന്നത്. ഇനി നമുക്ക് ഈ പഞ്ചസാരയും എഗ് വൈറ്റും കുറച്ചായി ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ എഗ് യോക്കിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വാനില എസൻസ് എഗ് യോക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ ആ ഒരു സ്മെല്ല്, ഒരു ഭയങ്കര സ്മെല്ലുണ്ടാവും. ഈ മുട്ടയുടെ മഞ്ഞയ്ക്ക് അത് നന്നായിട്ട് പോയി കിട്ടും. അതിനാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞയിലേക്ക് തന്നെ ഈ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെയും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മുട്ടയുടെ മഞ്ഞയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പാലും അതുപോലെ തന്നെ ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായി ആദ്യമേ തന്നെ നമുക്ക് ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പാലും ഓയിലും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുക്കുന്നത്. ഓയിലിൻ്റെ അളവ് ഒട്ടും തന്നെ കൂടാൻ പാടില്ല. കാരണം നമ്മളിതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലും അത്യാവശ്യം എണ്ണ ഉള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഏകദേശം 3 ടേബിൾ സ്പൂൺ ഓയിൽ നന്നായിട്ട് മതിയാവും. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1/3 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ പാലും ഓയിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്ന് ഒരു ടേബിൾ സ്പൂൺ മിക്സ് ഇതിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി വെക്കാം. കട്ട കെട്ടാണ്ട് വേണം ഇളക്കാനായിട്ട്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് ഇത് അതുപോലെ തന്നെ കട്ട പിടിച്ചു പോവും. ഇപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച എഗ് യോക്കിലേക്ക് കുറച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ കുറച്ച് നമ്മൾ പാലും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ച ഈ മിക്സും കൂടി 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ പാലും ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും പാൽ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് തീരുന്നത് വരെ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ ഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുത്താൽ മതി. വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മുടെ എഗ് വൈറ്റിൻ്റെ ഫ്രോത്ത് മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ വളരെ ജെൻറ്റിലായിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ചെരുവിയത് തന്നെയാണ്. അതിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഡ്രൈ ആക്കിയ തേങ്ങയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇത് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. പക്ഷേ വളരെ ശ്രദ്ധിച്ച് വേണം തയ്യാറാക്കാനായിട്ട്. കാരണം തേങ്ങ നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഓവനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വീട്ടിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാനിവിടെ ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/4 കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിന് നല്ല കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തരും. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ച മിക്സ് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് മുഴുവൻ തന്നെ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്.
ഈ വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാനുള്ള പാത്രവും അതുപോലെ തന്നെ ബീറ്ററും ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇത് സ്ലോ ടു ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊന്ന് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പ് മാത്രമല്ല കുറച്ച് തേങ്ങാപ്പാലിലാണ് ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പോഞ്ച് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഐസിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ആൽമണ്ട്സും കൂടി ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബദാമിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിനായി നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ തൊലി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കാനാവും. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബദാം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പോഞ്ച് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്പോഞ്ച് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ സ്പോഞ്ചിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് സ്പോഞ്ച്. അപ്പം ഇനി നമുക്ക് ഇതിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനായി നമുക്കൊന്ന് ടേൺ ടേബിളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ സ്പോഞ്ച് ഇവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഓരോ ലെയറായി ഇതിലേക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ള സിറപ്പ് വെച്ചിട്ട് ഇത് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ ആൽമണ്ട്സ് ക്രഷ് ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഇതും ഒന്ന് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കും അതുപോലെ തന്നെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ആൽമണ്ട്സ് ക്രഷ് ചെയ്തതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ ആൽമണ്ട് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനെ ക്രം കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറും ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്യാം. അപ്പം നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഫിനിഷിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ചെറിയ റഫെല്ലോ ബോൾസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അത് നമുക്ക് ബേക്കറികളിൽ തന്നെ റഫെല്ലോ ബോൾസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കിത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രം ആവശ്യത്തിനായി കുറച്ച് റഫെല്ലോ ബോൾസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യത്തിന് മാത്രമുള്ള ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1
വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താലും മതി. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് റാഫെല്ലോ ബോൾസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഉരുട്ടാൻ പാകമായിട്ട് വേണം. അപ്പോൾ നമ്മൾ ചിലപ്പം കൂടുതൽ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് പാകമായിട്ട് വരും. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ചെറിയ ബോൾസ് ആയിട്ടൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനിതാ കയ്യിൽ വെച്ച് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു 5-6 ഉരുളകൾ ഉരുട്ടി എടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ റാഫെല്ലോ ബോൾസ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇതിനെ റോൾ ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെമൺ യെല്ലോവും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ഡാർക്ക് പീച്ച് കളറ് നമ്മളിത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. അപ്പം നമ്മൾ ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫൈനൽ ഡെക്കറേഷനായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇങ്ങനെ വെതറി കൊടുത്താൽ മതി. അപ്പം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൈവച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് മുകളിൽ അമർന്ന് നിൽക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റാഫെല്ലോ ബോൾസ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ച റാഫെല്ലോ ബോൾസ് ഇതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സൈഡ് വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഏതാ ഡിസൈൻ വേണ്ടത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഡെക്കറേഷനേ റാഫെല്ലോ കേക്കിന് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റാഫെല്ലോ കേക്കിന് വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് നമുക്ക് ബേക്കറികളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.